അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ മെറ്റാ ആഡ്സിൽ എന്താണ് AB ടെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? AB ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ്സിലോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയ ഓഡിയൻസിലോ ഏതാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് AB ടെസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മളതിൽ 2 ക്രിയേറ്റീവ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒന്ന് മുംസ്കാൻ മിസ്റുടെയും ഒന്ന് ലാലേട്ടൻ മിസ്റുടെയും. അപ്പോൾ ഈ രണ്ടെണ്ണം ഒരുമിച്ച് റൺ ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷനാണ് വിചാരിക്കുക. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് റൺ ചെയ്യുമ്പോൾ നല്ല കോസ്റ്റ് ആവും. സോ ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ 2 ആഡ്സും ഒരുമിച്ച് റൺ ചെയ്യും. ഒരു ടൈം പീരീഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് റൺ ചെയ്യും, ഒരു ക്യാമ്പയിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഈ രണ്ടും ഒരുമിച്ച് റൺ ചെയ്തിട്ട് ആ ടൈം പീരീഡ് തീരുമ്പോൾ ഇതിൽ ഏറ്റവും കുറഞ്ഞ CPL ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയത് ഏത് ക്യാമ്പയിനാണ്, അല്ല ഏത് ആഡ്സ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ക്രിയേറ്റീവ്സിൽ മാത്രമല്ല, ഡിഫറെന്റ് ഓഡിയൻസിലും ഡിഫറെന്റ് ലൊക്കേഷൻസിലും ഏതാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിത് ട്രൈ ചെയ്യാൻ പറ്റും. സോ സിംപ്ലി ഇത്രേ ഉള്ളൂ, A or B വിച്ച് ഈസ് ബെറ്റർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് AB ടെസ്റ്റ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ. സോ ബൈ ഫ്രം